ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, വിഷുവിൻ്റെ സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് വീഡിയോ ആണ്. അപ്പം പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഹലോ, അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു വിഷു ഫോട്ടോഷൂട്ടിന് ഞങ്ങളുടെ കണിക്കൊന്ന വലിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും വെറുതെ 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിനടുത്ത് തന്നെ നിറയെ കണിക്കൊന്ന ഉണ്ടായിരുന്നു. അച്ഛനും ഞാനും കൂടി വന്നതൊക്കെ പറിച്ചു കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇത് ആഭരണ പെട്ടിയൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കമ്മല്, മാല അതെല്ലാം ഇട്ട് റെഡിയാവാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു വിഷു ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതു ഏട്ട് റെഡിയായാ? ആ, വസുവായിട്ട് റെഡിയായി. കണ്ട എൻ്റെ അമ്മ റെഡി ആയില്ലേ? ചന്തമായ ചോയ്ക്ക്. ഏട്ടനും വന്നാ സൂപ്പറ്. ചന്തുണ്ട ചോദിക്കോ? ആ, പോയി ചോദിച്ചിട്ട് വാ. ആ വിച്ചി അമ്മാ, വിച്ചി അമ്മാ. ചന്തുണ്ട ചന്തുണ്ട ചേച്ചി. ഹലോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കയ്യിലുണ്ടായിരുന്ന നേരത്തെ ഡ്രസ്സ് തന്നെ, നീ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അത് ഇട്ടൊക്കെ കൊടുത്ത് കണിക്കൊന്നൊക്കെ ആയി. പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ നേരെ അച്ഛൻ്റെ ഇവിടെ പോവുകയാണ്. അങ്ങനെ എങ്ങനെ പ്ലാൻ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ജസ്റ്റ് കിട്ടിയ 1 മണിക്കൂറാണ്. ജസ്റ്റ് അച്ഛൻ അതൊന്ന് ഒരു മുണ്ട് വിരിച്ച് അതിനകത്ത് ഇരിക്കാൻ പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് അതിനകത്ത് ഇരുന്നു കേട്ടോ. ബാക്കിയുള്ള വീഡിയോ കാണാം. കൃഷ്ണനത് ചിരിക്കേണ്ട കിട്ടി. ഒരു ഉമ്മോടുക്ക് കവളി പിടിച്ചിട്ട്, കൃഷ്ണൻ്റെ ഉമ്മോടുക്ക് കവളി പിടിച്ചിട്ട്, ആ ഇനി ഉമ്മോടുക്ക് കവളി പിടിച്ചിട്ട്, കവളി പിടിച്ച ഉമ്മോടുക്ക് ഇനി കെട്ടിപ്പിടിച്ച് കൃഷ്ണനെ എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ചിരിച്ച്. നമ്മുടെ നിധിക്കുട്ടി ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. നമ്മൾ പറയുന്ന പോലെ ഞാൻ പ്രതീക്ഷയില്ല. വസുവും തെച്ചുമാണ് ഇപ്പോൾ വലുതായപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ നിൽക്കാത്തത്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പറയുന്നതൊക്കെ കേൾക്കട്ടോ. ഇനി വലുതായുള്ള കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ കണ്ണനെ എടുത്ത് ചുറ്റും എങ്ങോട്ടും നടത്തായിരുന്നു. ഓരോ സ്ഥലത്തൊക്കെ പോയിരിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. കണിക്കൊന്നും എങ്ങും പിടിച്ചിട്ട് നിൽക്കാൻ പറഞ്ഞ് കേൾക്കുന്നതാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ക്രൂമാരെ 2 പേരെയും പിടിച്ചെടുത്തിരുത്തി കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസ്, നിറയെ ഫോട്ടോസൊന്നും കിട്ടിയില്ല. കാരണം ഫോട്ടോ ഷൂട്ട് നടത്തുന്നതും അതിൻ്റെ അത്രയും ഒരു ഐഡിയ ഒന്നും ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ട് എന്നിരുന്നാലും ഇതിവിടെ കിടക്കട്ടെ, എന്നും അതൊരു ഓർമ്മയായിരിക്കുമല്ലോ. അപ്പോൾ അതാ കണ്ണനെ കിട്ടിയപ്പോൾ അതും എടുത്ത് കുഞ്ഞിപ്പെണ്ണ് ഫുൾ ഓട്ടമായിരുന്നു. പിടിച്ച് വലിച്ച് വെച്ചിട്ടൊന്നും ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. കണ്ണനെ ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇനി എങ്ങാനും അത് പൊട്ടിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ കേട്ടോ. അപ്പോൾ എന്തായാലും കിട്ടിയ കുറച്ച് ഫോട്ടോസ് എന്തായാലും ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഈ ഒരു വിഷു എല്ലാവർക്കും നല്ല ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു തുടക്കമാവട്ടെ. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കണ്ണനെയൊക്കെ പിടിച്ചിരുന്നു. ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മൈലിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. നിങ്ങൾ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ആൾ നല്ല സ്മാർട്ടായിട്ട് പറയുന്ന പോലെയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ.